ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെജിറ്റേറിയൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നോൺ വെജൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ നേന്ത്രക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചു. പിന്നെ വെളുത്ത കുമ്പളങ്ങയുടെ ഒരു ചെറിയൊരു പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തു. ഇനി നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം പച്ചക്കായയും വെള്ളക്കുമ്പളങ്ങയുടെ പീസ് അരിഞ്ഞ് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് പോയി കേട്ടോ, പക്ഷേ 2 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചു വന്നു. 1 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് ശേഷം അടപ്പ് തുറന്ന് നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് സമയം വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചിരുന്നു. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ അരച്ച് വെച്ചിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടാക്കിയ ഈ കറിക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കടുക് താളിച്ചിടണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകവും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും ചേർത്ത് കൊടുത്തു. ചെറിയുള്ളിയും പച്ചമുളകും വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് 2ആയി പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.